ഗുഡ് മോർണിംഗ്. വെറുതെ ഒരു റൂം ടൂർ അല്ല, ഫസ്റ്റ് ആയിട്ടും കാണിക്കണം എന്ന് എനിക്ക് തോന്നി. അത്രയും ആംബിയൻസ് ആണ് കേട്ടോ. ഓപ്പൺ ചെയ്യാം. ഇതാണ് ഇവിടുത്തെ ഏറ്റവും നല്ല മുറി. നല്ല കാറ്റ്, വെളിച്ചം, പോരെങ്കിൽ അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട്. ഒരു മസ്റ്റ് വിസിറ്റ് സ്പോട്ടാണ്. അത്രയും ആംബിയൻസ്. ഈ കാണുന്ന ജനാലകൾ തുറന്നിട്ടാ കാണാം കണ്ണപ്പാത്ത ദൂരത്ത് പാടശേഖരം. This is the main highlight. Hi. മനസ്സിന് പ്രയാസം തോന്നുമ്പോഴൊക്കെ ഞാൻ ഈ ജനാലകൾ തുറന്നിട്ട് അകലങ്ങളിലേക്ക് നോക്കി നിൽക്കും. എന്താ ഒരു സങ്കടം? ഹസ്ബൻഡിനെ മിസ് ചെയ്യുന്നുണ്ടോ? വെരി കൂൾ കാം അറ്റ്മോസ്ഫിയർ. വാഷ്റൂം ബാത്റൂം ഒക്കെ കാണിക്കണമെന്ന് നിങ്ങൾ വിചാരിക്കും, ബട്ട് ഇത് കാണിച്ചേ പറ്റൂ. ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രം ജോർജിയ. വെൽക്കം ടു ലക്ഷ്മി നക്ഷത്രാസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. എന്റെ ഔട്ട്ഫിറ്റ് കണ്ടോ? യെസ്. അപ്പോൾ ഇന്ന് ഈ തോട്ട് ഒരു റൂം ടൂർ കാണിക്കാന്നുള്ളത്, അത് വെറുതെ ഒരു റൂം ടൂർ അല്ല, ഒരു എന്താ പറയുക, മസ്റ്റായിട്ടും കാണിക്കണം എന്ന് എനിക്ക് തോന്നി. അത്രയും ആംബിയൻസ് ആണ് കേട്ടോ. എനിക്ക് ഇന്നലെ ഉറങ്ങാൻ പോലും തോന്നിയിട്ടില്ല, അത്ര അടിപൊളി. അപ്പം പാരഗ്രാഫ് റിസോർട്ട് ആൻഡ് സ്പാ, അവിടെയാണ് നമുക്കുള്ള ലൈക്ക് സ്റ്റേക്കേഷൻ പോലെ നമ്മൾ ഇവിടെയാണ് നിൽക്കണേ. അപ്പോൾ ഈ റൂം കംപ്ലീറ്റ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് കോറിഡോറിൽ പോയിട്ട് തിരിച്ചൊന്നാമത് നടന്നു വരെ. ഓക്കെ, ദിസ് ഇസ് ദ ആംബിയൻസ്. കണ്ടോ? യെസ്. അപ്പോൾ നമ്മുടെ റൂം എന്ന് പറയുന്നത് ഇറ്റ്സ് 625. ഓപ്പൺ ചെയ്യാം. യെസ്, ഇതാണ് എൻ്റെ റൂം. അപ്പോൾ ഈ റൂം ഞാൻ ടോട്ടലായിട്ടൊന്ന് കാണിച്ചു തരാം. യെസ്, ഹായ്. നമ്മളിതാ ഇങ്ങനെ വരുന്നു. ഇങ്ങനെ വന്നിട്ട് അവിടേക്കൊക്കെ നമുക്ക് പോവേ. അതിന് മുമ്പായിട്ട് ദിസ് ഇസ് ദ മെയിൻ ഹൈലൈറ്റ്. എൻ്റെ സാറെ, ഒരു രക്ഷയില്ല. ഓപ്പൺ ചെയ്താലോ? പോവല്ലേ? ശബ്ദം കേട്ടോ? ബീച്ചിൽ നിന്നുള്ള ഒരു ശബ്ദാണ്. കം 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 കം. അയ്യോ, ഭയങ്കര തണുപ്പാണ് കേട്ടോ. രാത്രിയൊക്കെ ഭയങ്കര വൈബാണ്. ജോർജിയയിലൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒരു മസ്റ്റ് വിസിറ്റ് സ്പോട്ടാണ്. അത്രയും ആംബിയൻസ്. ഡയറക്റ്റ് ആ റൂം. ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്നിരിക്കാം. ഹായ്. ഭയങ്കര ലൂസായിട്ടുള്ളൊരു ബീച്ച് അറ്റയറിലാണ് കേട്ടോ. വെരി കൂൾ കാം അറ്റ്മോസ്ഫിയർ. ഭയങ്കര ചില്ലി കേട്ടോ നമുക്ക്. ഇനി ഞാൻ റൂം കംപ്ലീറ്റ് ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. സ്റ്റൈൽ കാണിക്കുമ്പോൾ വരെ തൊടുത്തിട്ട് വയ്യ. കണ്ടോ, ലിപ്പൊക്കെ ഡ്രൈ ആണോ? ഈവൻ ലിപ് ബാം ഇട്ടിട്ട് വരെ. യെസ്, നമുക്കപ്പോൾ റൂമിലേക്ക് പോവാം. നമ്മൾ വീണ്ടും റൂമിലേക്ക് കിടക്കുന്നു. യെസ്, ഒരു റിലാക്സിങ് ചെയർ. യെസ്, ഇത് നമ്മൾ കിടന്ന് വൃത്തികേടാക്കിയതാണ് കേട്ടോ. യെസ്, ഇൻ ദ ബാഗ് ഒരു ഇന്റർ കണക്ഷൻ ആണ്. യെസ്, ഇന്നത് ഹൈലൈറ്റ്. വാഷ്റൂം ബാത്റൂം ഒക്കെ കാണിക്കണമെന്ന് നിങ്ങൾ വിചാരിക്കും, ബട്ട് ഇത് കാണിച്ചേ പറ്റൂ. ബാത്ത്. ബീച്ചിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ ഇവിടെ നമുക്ക് അർമാദിക്കാം. ആൻഡ് സീ ദ ഇന്റീരിയർ എവറിത്തിങ്. യെസ്, ഇങ്ങനെ വന്നു. വീണ്ടും ഞാൻ അടുത്തത് നമ്മുടെ ടോയ്ലറ്റ്. ഹായ്. അമ്മയ്ക്ക് ഷൂട്ടൊക്കെ ഭയങ്കര നാണക്കേടും ചമ്മലായതുകൊണ്ട് അമ്മ വിളിച്ചത് കയറുന്നു. ഓക്കെ, സോ ഗൈസ്, ഇവിടെ ടിഷ്യൂ പരിപാടി മാത്രമേ ഉള്ളൂ. അത് മാത്രമാണ് നമുക്കൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യം. പിന്നെ അമ്മ എന്താ പറയാ, നടുകടലിൽ ചെന്നാലും അല്ലേ, നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെയൊക്കെയാണല്ലോ തൽക്കാലത്തേക്കല്ലേ. ഓക്കെ, അപ്പൊ അവിടെ ഒരു ടോയ്ലറ്റ്, ഇവിടെ ഒരു ബാത്റൂം, എല്ലാം സെപ്പറേറ്റ് ആണ്. കണ്ടോ? യെസ്. സോ ദിസ് ഇസ് ആംബിയൻസ്. സോ ഇവിടെ ഒന്ന്, ഇവിടെ മറ്റൊന്ന്. അമ്മ ഒരു അടിപൊളി കോഫി ഇട്ട് തരാമെന്ന് പറഞ്ഞു. ആൻഡ് അനദർ ഹൈലൈറ്റ്,
എത്ര സ്പേഷ്യസ് ആണെന്നറിയോ. നമ്മുടെ നാട്ടിൽ മീൻസ് നമ്മുടെ വീട്ടിലൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെൽഫ് സ്പേസ് ഭയങ്കര അടിപൊളിയായിട്ട് കിട്ടും. ഇതിൽ ഫുള്ളായിട്ട് കാണുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. അതെൻ്റെ ജാക്കറ്റൊക്കെയാണ്. ഞാൻ ഇന്നലെ പുതിയൊരു ബാഗ് വാങ്ങി. അൽഷോ, അറിയാലോ ഇങ്ങനത്തെ കളേഴ്സ് കാണുമ്പോൾ എൻ്റെ സെലക്ഷനാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും. അയ്യോ, ഞാനേ ഗ്ലാസ് മിററിൻ്റെ അവിടെ പോയിട്ട് കാണിച്ചു തരാം. എപ്പോഴും ഓറഞ്ച്, മഞ്ഞ, പച്ച എന്നൊക്കെ പറയുന്നത് എൻ്റെ മാത്രം സെലക്ഷൻ ആയിരിക്കും. അയ്യോ, 1 സെക്കൻഡ്. എങ്ങനെയുണ്ട്? ദിസ് ഇസ് ഫ്രം ജോർജിയ. നമ്മൾ ബത്തോമിയിൽ പോയപ്പോൾ മേടിച്ചതാണ് കേട്ടോ. ആൻഡ് ദിസ് ഇസ് ആക്ച്വലി ജോർജിയയിലെ ബത്തോമി തന്നെയാണിത്. ഞാൻ പറഞ്ഞു വന്നത് കണ്ടോ, ഈ ഷെൽഫ് സ്പേസ് ഒക്കെ ഭയങ്കര അടിപൊളിയാണ്. ഇതെല്ലാം അത്രയും സ്പേഷ്യസ് ആയിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. കാണാനുണ്ടോ? ചെറിയൊരു കോറിഡോർ ഇങ്ങോട്ട് സ്വിച്ച് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ വന്ന് വീണ്ടും ഞാൻ ആ വ്യൂവിലേക്ക് പോവാണ് കേട്ടോ. Hello Bindu. Hi. Amma is enjoying the vibe. ഓക്കെ, അപ്പോൾ ഞാൻ കോഫി കുടിക്കാൻ പോവാ. പക്ഷേ ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും കൂടെ കഴിക്കാൻ പോയാലോ? അപ്പോൾ അമ്മയുടെ കോഫി പ്ലസ് ഈ കോഫി കുടിച്ചാലും എനിക്ക് താഴെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഞങ്ങളപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാ കേട്ടോ. എന്താ ഒരു സങ്കടം, ഹസ്ബൻഡിനെ മിസ് ചെയ്യുന്നുണ്ടോ? ശരി, അപ്പം ഞങ്ങളിനി കോഫി കുടിച്ച് ലൈക്ക് എനിക്കത് നിർബന്ധമാണ്. ലൈക്ക് റൂമിൽ നിന്നൊരു കോഫി കുടിച്ചിട്ട് പിന്നെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഓക്കേ. ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വന്നു കേട്ടോ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഗുഡ് മോർണിംഗ്. ഭയങ്കര വൈകിട്ടോ ഇവിടെ. My all-time favorite.